വിദ്യാർത്ഥികൾക്ക് ഞെട്ടലുണ്ടാക്കിക്കൊണ്ട് നിരാശയുണ്ടാക്കിക്കൊണ്ടാണ് ഇന്നിപ്പോൾ നീറ്റ് പരീക്ഷ അത് റദ്ദാക്കി എന്ന വാർത്ത വരുന്നത്. മെയ് 3-നായിരുന്നു. ഏതാണ്ട് 24 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് ആ പരീക്ഷ എഴുതിയത്. നീറ്റ് UG മെഡിക്കൽ പ്രവേശന പരീക്ഷയുടെ ചോദ്യം പേപ്പർ ചോർന്നു എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് പരീക്ഷ റദ്ദാക്കിയിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന 24 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ ഇനിയും പരീക്ഷ എഴുതണം. ആ പരീക്ഷാ തീയതി ഉടൻ തന്നെ അറിയിക്കും എന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നോക്കൂ, ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിട്ട് എത്ര വലിയ തിരിച്ചടിയാണ്. അവർ മാസങ്ങളോളം അവർ നടത്തിയ കഠിനാധ്വാനം, രാവും പകലും അവർ നടത്തിയ പരിശ്രമം, അവർ നേരിടേണ്ടി വന്ന മാനസിക സമ്മർദ്ദം, വിദ്യാർത്ഥികൾ മാത്രമല്ല അവരുടെ രക്ഷിതാക്കൾ നേരിടേണ്ടി വന്ന മാനസിക സമ്മർദ്ദം, അവരുടെ സ്വപ്നങ്ങൾ, അതെല്ലാമാണ് ഒറ്റ ദിവസം ഇല്ലാതായിരിക്കുന്നത്. Thousands of students are protesting in Delhi over irregularities in the examination system, namely the paper leak that happened this year. This year, the exam for undergraduate admissions was held on the 3rd of May. More than 2 million students appeared for it. But a paper leak was detected. A total of 13 people have been arrested for leaking the paper. So why are the students upset? Because the NEET is one of the most stressful exams in India. Children put their entire future on the line for it. ചർച്ചയ്ക്ക് തൊട്ട് മുൻപ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചിരിക്കുന്നു. ഈ സമരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം, ഒന്നാമത്തെ ആവശ്യം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയാണ്. അദ്ദേഹം ഇതാ രാജിവെച്ചിരിക്കുന്നു. ചോദ്യം ചോദിക്കുന്നവരെ നിശബ്ദരാക്കുന്ന രാഷ്ട്രീയം, വിരൽ ചൂണ്ടുന്നവരെ വിലങ്ങണിയിക്കുന്ന രാഷ്ട്രീയം. പക്ഷെ എത്ര നിശബ്ദരാക്കിയാൽ, ഏത് തുടങ്ങി അടച്ചാലും ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും. ഉത്തരം തന്നേ പറ്റൂ.